ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫിഫ്ത്ത് യൂണിറ്റിന്റെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ഡിസ്കസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡൗട്ട് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക, മനസ്സിൽ വെക്കരുത്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ഈ മോഡ്യൂൾസ് ആണ് ഈ തേർഡ് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ് ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ്. ഫിഫ്ത്ത് യൂണിറ്റിന്റെ പ്രോബ്ലം 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എത്രയും ഡീറ്റെയിൽ എടുക്കുന്നത്. നിങ്ങൾ ഡൗട്ട് ഒന്നും ചോദിക്കില്ലെങ്കിൽ നമുക്ക് ഇത് മാർക്ക് സ്കോർ ചെയ്യുന്ന സംഭവമാണ്. കാരണം എത്ര ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചവർക്ക് ഈസി ആയിരിക്കും, പഠിക്കുന്നവർക്ക് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഫോംസ് ഓഫ് ലേണിംഗ്. അപ്പൊ നമ്മൾ ഈ ലേണിംഗ് വഴി നിങ്ങൾ നൗഡേയ്സ് ഒക്കെ എയുടെ കാലമാണ്, നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ? എയുടെ കാലം നമ്മളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അല്ലെങ്കിൽ റീൽസ് കണ്ടു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മ്യൂസിക് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ ഇപ്പൊ ഒരു ആനയുടെ ഒരു വീഡിയോ ആണ് ചോദിക്കാം, അപ്പൊ നോക്കൂ, നിങ്ങൾ നെക്സ്റ്റ് ഡേ അതേപോലത്തെ ഒരു വേറൊരു സംഭവമായിരിക്കും, ആനയുടെ തന്നെ ആയിരിക്കും, പക്ഷെ വേറൊരു ലൊക്കേഷനിലായിരിക്കും. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതുപോലത്തെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. അതാണ് അൽഗോരിതം ഇപ്പോൾ നമ്മള് കണ്ടിട്ട് പഠിക്കുന്നത്. അതായത് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. എനിക്ക് ഇങ്ങനത്തെ എന്താണ് ഡേറ്റാസ് ആണ് ഇഷ്ടം. അപ്പൊ ലേണിങ് അങ്ങനെയാണ് നമ്മൾ മെഷീനെ ലേൺ ചെയ്യിക്കുക. ഇപ്പൊ ഞാൻ കുറെ യൂട്യൂബ് സെർച്ച് ചെയ്തു, നമ്മൾ കൊടുക്കണം, എന്തായാലും ഒരു ഡേറ്റ കയ്യിൽ കൊടുക്കണം. ഡോക്ടറിന്റെ മുമ്പിൽ പോയിട്ട് ഡോക്ടറെ നമ്മളോട് നിനക്കത്തെ പനിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫോംസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫോംസ് ഓഫ് ലേണിംഗില് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്, ഹലോ കേൾക്കണ്ടോ? സോ ഫോംസ് ഓഫ് ലേണിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ലേൺ ചെയ്യാം. മെഷീൻ, നമ്മളല്ല മെഷീൻ. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? വിച്ച് കമ്പോണന്റ് ഈസ് ടു ബി ഇംപ്രൂവ്. നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ ഒരു ലേൺ ചെയ്യുന്നത് നമുക്ക് ബ്രെയിനിലൂടെയാണ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് ഇപ്പൊ ഹാർട്ടിലൂടെ പഠിക്കാൻ പറ്റില്ലല്ലോ. സോ ബ്രെയിന് എങ്ങനെ, നമ്മളൊരു ചെറിയ ഇപ്പൊ ജനിച്ച ഒരു കുഞ്ഞിനെ ABCD ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുമോ? ചെറിയ കുഞ്ഞിനെ അറിയുമോ? ഇല്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ? ഇത് ആപ്പിളാണ്, ഇത് തീയാണ്, അതൊക്കെ നമ്മൾ തൊട്ടുക്കണം. അപ്പൊ ഏത് കമ്പോണന്റ് ആണ് അയാളെ ഇമ്പ്രൂവ്, ആ കുട്ടീനെ നമ്മളിപ്പോ, ആ കുട്ടിക്ക് ബ്രില്യന്റ് ആണെങ്കിൽ ഇപ്പോ ഒരു പാട്ടിനോടാണ് താല്പര്യം, അതായത് ഒരു എന്താ പറയാ ഡാൻസിന്റെ ഒരു പാട്ടാണ്, ഒരു ഡാൻസ് സോങ്, ഫാസ്റ്റ് സോങ് ഉണ്ടാവില്ല, ചിലർക്ക് സ്ലോ സോങ് ആയിരിക്കും താല്പര്യം. അപ്പൊ ആ വീക്ക്നെസ് നമ്മൾ കണ്ടെത്തണം, അതിനെ ഇമ്പ്രൂവ് ചെയ്യാം. വാട്ട് പ്രയർ ദ നോളജ് ഏജന്റ് ഓൾറെഡി, എന്ത് നോളജ് ആണ് ഓൾറെഡി ഏജന്റ് ഉള്ളത്? ഓൾറെഡി നമുക്ക് കാണിച്ചു തന്നു ഇങ്ങനത്തെ വീഡിയോ ആണ് ഏജന്റ് ഉള്ളത്. ഓക്കെ, നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസ് പോരട്ടെ എന്ന് നമ്മൾ പറയാം. വാട്ട് റെപ്രസെന്റേഷൻ ഈസ് യൂസ് ഫോർ ദ ഡേറ്റ ആൻഡ് കമ്പോണന്റ്, എന്ത് ഡേറ്റയെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് നമ്മൾ അറിയണം. ആൻഡ് വാട്ട് ഫീഡ്ബാക്ക് ഈസ് അവൈലബിൾ ടു ലേൺ ഫ്രോം, എന്ത് ഫീഡ്ബാക്ക് ആണ് ഉള്ളത് അവിടെ. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മള് നിങ്ങൾ ഫീഡ്ബാക്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ടുണ്ടാവും 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കറിയാം, നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനുവലി ചെയ്തെടുക്കുന്നത് അവർ പറയും, ആ ദ ടീച്ചർ ഈസ് എക്സ്പേർട്ട് ഇൻ നോളജ്, വെദർ വോയിസ് ഇസ് ഓഡിബിൾ ഓർ നോട്ട്, അങ്ങനെ നിറയെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ഓൾറെഡി ഫീഡ്ബാക്ക് മെഷീൻ തരും. നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഹാവ് യു വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി ലാസ്റ്റ് വീഡിയോ, വെദർ യു ലൈക്ക്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ ഒരു വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്തു, സ്ക്രോൾ ചെയ്തു മുകളിലേക്ക്, അപ്പൊ പറയും ഇത് ഇൻട്രസ്റ്റ് ആണോ നോട്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിക്കില്ലേ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക് കിടക്കാം. അപ്പൊ എന്താണ്, അപ്പൊ നമ്മൾ ചോദിച്ചു എന്താണ്, എന്തൊക്കെ കമ്പോണൻസ് ആണ് ലേൺ ചെയ്തത്, എന്തൊക്കെ കമ്പോണൻസ് ആണ് ലേൺ ചെയ്തത്. ഇപ്പൊ ഏജന്റ് കുറെ കമ്പോണൻസ് ആദ്യത്തെ യൂണിറ്റ് പഠിച്ചില്ലേ, 6 ഏജന്റ് ഉണ്ട് പറഞ്ഞില്ലേ, സോറി 6 കമ്പോണൻസ് ഉണ്ട് വന്നില്ലേ. എന്താണ്, സെൻസർ ഉണ്ട്, ആക്ച്വേറ്റർ ഉണ്ട്, അങ്ങനെ. അപ്പൊ ഇതേപോലെ കമ്പോണൻസ് ഓഫ് ദീസ് ഏജന്റ്സ്, എ ഡയറക്റ്റ് മാപ്പിംഗ് ഫ്രം കണ്ടീഷൻസ് ഓൺ ദ കറന്റ് സ്റ്റേറ്റ് ടു ആക്ഷൻസ്. എ ഡയറക്റ്റ് മാപ്പിംഗ്, ഒരു മാപ്പിംഗ് ഉണ്ടാവും, അതായത് ബേസ്ഡ് ഓൺ ദ കറന്റ് സിറ്റുവേഷൻ എന്ത് ആക്ഷൻ എടുക്കണം. ഇപ്പൊ പെട്ടെന്ന് ഒരു
നമ്മൾ ഇത്ര ദിവസം നമ്മളിപ്പോ അറിയാലോ, ഡിസംബർ ആണ്, ഇത് വിന്റർ സീസൺ ആണ്, നമുക്കൊക്കെ അറിയാം. പെട്ടെന്നൊരു മഴ വരും. അപ്പൊ നമ്മൾ കുട കൊണ്ടുപോകണോ? അല്ല, ഇപ്പൊ മഴ ഇപ്പോ കുറച്ച് സമയത്തേ ഉള്ളൂ, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണോ? അപ്പൊ നമ്മുടെ ആ ഇൻപുട്ട് നമുക്ക് കിട്ടിയതനുസരിച്ച് ഏജന്റ് എന്ത് ആക്ഷൻ എടുക്കണം. ശരി, മഴ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് മഴ പിന്നെയും തുടരാർത്ഥം നമ്മൾ കുട കൊണ്ടുപോകണം. അപ്പൊ അങ്ങനത്തെയാണ് അത് ഡയറക്റ്റ് മാപ്പിംഗ്. And aim means to infer relevant properties of the world from the perceived sequence. ഇനി നമ്മളിപ്പോ ഇന്നിപ്പോ മഴ പെയ്തു, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നില്ല, ക്യാൻസൽ ചെയ്തു. നാളെയും മഴ പെയ്യണം. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ടെമ്പറേച്ചർ നമുക്ക് ഏകദേശം ഒരു ഐഡിയ അറിയുമല്ലോ. നാളെയും ഇതിനേക്കാളും നിങ്ങൾ ചില നിങ്ങളുടെ ഫോണിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ആ, നാളെ ഇന്ദർ പാലക്കാട് ഇന്നത്തെ ചൂടിനേക്കാൾ 2 ഡിഗ്രി ചൂട് നാളെ ഉണ്ടാവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ കഴിഞ്ഞ ഇൻപുട്ടിന്റെ ബേസ് അനുസരിച്ചാണ് പറയുന്നത്. ഇൻഫർമേഷൻ about the way the world evolves and about the results of possible actions taken can. ഇനി ഇപ്പോ കൊറോണയുടെ കേസ് വയ്ക്കാം. കൊറോണ വന്നു, പക്ഷെ അങ്ങനെ 1-2 ന്യൂസ് ഒക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ ഇല്ല. പക്ഷെ മൊത്തം വേൾഡ് മൊത്തം ഈ കൊറോണയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പിന്നെ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം. ഗവൺമെന്റും ആക്ഷൻസ് എടുക്കണം, നമ്മളും ഏജന്റ് എടുക്കണം. നമ്മളിപ്പോ മാസ്ക് ദിവസം എടുക്കില്ല, സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് കൊറോണ വരാതിരിക്കാൻ മാക്സിമം അതാണ് ചെയ്യുക. പക്ഷെ 1-2 ഉള്ളൂ, അങ്ങനെ വലിയ ഇത് സീരിയസ് ഇല്ല കഴിഞ്ഞാൽ വി കനോട്ട് ടേക്ക് ദ റിസ്ക്. നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യം, നമ്മൾ എന്താ പറയുക, സാനിറ്റൈസർ ഉപയോഗിക്കണോ അല്ല മാസ്ക് എടുക്കണോ? അപ്പോൾ എന്താണ് വേൾഡ് വേൾഡ് ആൻഡ് റിസൾട്ട്സ് ഓഫ് പോസിബിൾ ആക്ഷൻസ് ഏജൻസ് ക്യാൻ ടേക്ക്. ഇപ്പൊ നമ്മൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള റിസൾട്ട് കുറിച്ചൊരു നമ്മളതിനെ ബോധ്യമാണ്, അതിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ വേണം. യൂട്ടിലിറ്റി ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റിംഗ് ഡിസേബിലിറ്റി ഓഫ് വേൾഡ് സ്റ്റേറ്റ്. ഇതൊക്കെ തിയറിയാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം, നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് വായിച്ച് യൂട്ടിലിറ്റി ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റിംഗ് ഡിസേബിലിറ്റി ഓഫ് വേൾഡ് സ്റ്റേറ്റ്. അതായത് നമ്മളിപ്പോ ഒരു വേൾഡിനെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമുക്കൊരു ആക്ഷൻ എടുത്തു, പക്ഷെ ആ ആക്ഷൻ അയാൾക്കൊരു ഗുണകരമല്ല, അതിന് ഭയങ്കര ഹേർട്ട് ആണെങ്കിൽ, അതായത് ഹേർട്ടായി നമ്മൾ ആക്ഷൻ എടുത്തു, അറിയാതെ എന്തോ പറഞ്ഞു വായിന്ന്, നമ്മൾ ആ സമയത്ത് ചൂട് നമ്മൾ ദേഷ്യം പറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇൻഫർമേഷൻ യൂട്ടിലിറ്റി ആണോ, അയാൾക്ക് ഗുണകരമാണോ കിട്ടിയത്? അല്ല. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്, എന്ത് യൂട്ടിലിറ്റി ഉള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ പറയേണ്ടത്. ആക്ഷൻ വാല്യൂ ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റ് ഡിസേബിലിറ്റി ഓഫ് ആക്ഷൻസ്. അപ്പോൾ ആക്ഷൻ വാല്യൂ ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റ് ദ ഡിസേബിലിറ്റി ഓഫ് ആക്ഷൻ. ആക്ഷൻസിന്റെ എന്താ പറയുക, റിസൾട്ട് അനുസരിച്ച് നീ ഈ വാല്യൂ അനുസരിച്ചാണ് നീ ആക്ഷൻ എടുക്കേണ്ടത്. എന്ത് ആക്ഷൻ ആണ് ഇപ്പൊ ഞാൻ എടുക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്കറിയില്ലോ S8ന്റെ ഫസ്റ്റ് എക്സാം, നിങ്ങൾ മുമ്പും S6ന്റെ KT എക്സാം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ 10-12-15 ദിവസം മുമ്പ് ടൈം ടേബിൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം ആക്ഷൻ എന്താ എടുക്കുന്നതും എന്താ ഇൻഫർമേഷൻ വന്നിട്ടും നമുക്ക് ഏകദേശം. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ തന്നെ ഇപ്പൊ KT കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ടൈം ടേബിൾ അവരെ എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, അവർ പറഞ്ഞ പോലെ ടൈം ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ടോ, ഇതൊന്നും നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ടൈം ടേബിൾ എക്സാം മാറ്റില്ല, നമുക്ക് 100% ഉറപ്പാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ ആക്ഷനും വാല്യൂ ഇൻഫർമേഷൻ ബേസ് അനുസരിച്ചാണ്. ഗോൾസ് ദാറ്റ് ഡിസ്ക്രൈബ് ക്ലാസ് ഓഫ് സ്റ്റേറ്റ്സ് ഹൂസ് അച്ചീവ്മെന്റ് മാക്സിമൈസ് ദ ഏജൻസി യൂട്ടിലിറ്റി. ഇനി കുറെ ഗോൾസ് ഉണ്ടാവും, അതിൽ എന്തൊക്കെ സ്റ്റേറ്റുകളാണ്. ഇപ്പൊ നമുക്ക് TOC പഠിച്ചില്ലേ, ഇനീഷ്യൽ സ്റ്റേറ്റിന് ഫൈനൽ സ്റ്റേറ്റ് ആ ഡയഗ്രം ഉണ്ട്. പക്ഷെ അതിന്റെ അടിയിൽ ഗോള് അൺറീച്ചബിൾ സ്റ്റേറ്റ് ഉണ്ട്, ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്, അൺറീച്ചബിൾ സ്റ്റേറ്റ് ഉണ്ട്. അപ്പോ Q0 പോയി, Q1 പോയി, പക്ഷെ Q3 ആണ് അൺറീച്ചബിൾ സ്റ്റേറ്റ്. പക്ഷെ Q4 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താം. അപ്പൊ അങ്ങനെ ലക്ഷ്യങ്ങള് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏജൻസിന് എന്തായാലും ഗുണകരമാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മള് അങ്ങ് മാപ്പേ തന്നിട്ടില്ല വയ്ക്കുക, അല്ലെങ്കിൽ ആ റോഡ് നമ്മൾ പുതിയൊരു റോഡിലൂടെ യാത്ര ചെയ്യണം, അതും രാത്രി, എസ്പെഷ്യലി രാത്രി. അപ്പോൾ നമുക്കറിയാം അതിന്റെ ലൈറ്റ് അത്ര ഡിസ്റ്റൻസിൽ കവർ ചെയ്തില്ലല്ലോ ഹെഡ്ലൈറ്റ്. അപ്പൊ ടേണിങ് ആണോ, റൈറ്റ് ടേൺ ആണോ, ലെഫ്റ്റ് ടേൺ ആണോ ചെയ്യേണ്ടത് എന്നൊക്കെ അടുത്തെത്തുമ്പോഴേ നമുക്കറിയുമല്ലോ. തിരിവുണ്ടോ, ഇടത്തോടേക്ക് തിരിവുണ്ടോ, വലത്തോട്ട് തിരിവുണ്ടോ, ജംഗ്ഷൻ വരുന്നുണ്ടോ, ഇതൊന്നും നമുക്ക് ദൂരത്ത് പറയാൻ പറ്റും. പക്ഷെ പകലിന്റെ യാത്ര നമുക്ക് ഡേ ഡേ ജേണി വിടും, നൈറ്റ് ജേണി. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്ന ആ ഓരോ കാര്യം. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് കമ്പോണൻസ് പഠിക്കുന്നത് നമുക്കറിയാം. ഇനി ഇപ്പൊ നോക്കൂ, an agent training to become a taxi driver. ഒരു minute.
അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഏജന്റ് ട്രെയിനിങ്, ടാക്സി ഡ്രൈവർ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. അപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം, എന്നാലും നമുക്ക് ഡ്രൈവർ ആകാൻ പറ്റൂ. അപ്പൊ എവറി ടൈം ദ ഇൻസ്ട്രക്ഷൻ ഷൗട്ട്സ് ബ്രേക്ക് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the agent might learn a condition action rule when to break. അപ്പൊ ഒരു ട്രെയിനിങ് പറയാം ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ ഈ കേസിലാണ് ബ്രേക്ക് ചവിട്ടേണ്ടതെന്ന് ഏജന്റിനെ, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അതേപോലെയാണ് ഏജന്റ് ഓൾസോ ലേൺസ് എവറി ടൈം ദ ഇൻസ്ട്രക്ടർ ഡസ് നോട്ട് ഷൗട്ട്. ആൻഡ് ഷൗട്ട് ചെയ്ത സമയത്തും ഏജന്റ് പഠിക്കും. ഇപ്പൊ ഏജന്റ് ട്രെയിനിങ് പറയുന്നത് ഒന്നും പറയും, നമ്മൾ ഏകദേശം ഒരു സ്പീഡ് പോകണം, പക്ഷെ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ പറയും ഏജന്റ് വരെ ഡിക്രീസ് ദ സ്പീഡ്. അപ്പൊ മനസ്സിലാവും, ഓ ഈ സ്പീഡിലാണ് പോകേണ്ടത്. അപ്പോൾ ഏജന്റ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഏജന്റ് എന്താണ് എവറി ടൈം പഠിക്കുന്നുണ്ട്. നമ്മൾ ഇടത്തോട്ട് തിരിയുന്നു, വലത്തോട്ട് തിരിയുന്നു, നോർമൽ സ്പീഡ് പോകുന്നു, ഒരു 40, 50, 60 കിലോമീറ്റർ പോയി ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ, ട്രെയിനിങ് സ്കൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അവർ പറയും വേണ്ട ഇത്ര സ്പീഡ് വേണ്ട. അപ്പൊ ഏജന്റ് മനസ്സിലായി ഈ സ്പീഡിലാണ് പോകേണ്ടത്. ബൈ സീയിങ് മെനി ക്യാമറ ഇമേജസ് ദാറ്റ് ഈസ് ടോൾഡ് കണ്ടെയ്ൻ ബസ്സസ് ദാറ്റ് ക്യാൻ ലേൺ ടു റെക്കഗ്നൈസ് ദം. അപ്പൊ അതൊരു ക്യാമറ ഇമേജസിൽ എവിടെയൊക്കെ ബസ്സിന്റെ എവിടെയാ വണ്ടിയുള്ള, എത്ര ഡിസ്റ്റൻസിന് കീപ്പ് ചെയ്യാം, കീപ് ദ ഡിസ്റ്റൻസ്, ഒരു വണ്ടിയുടെ പിന്നാലെ എത്ര ഡിസ്റ്റൻസ് നിർത്തണം, ഇതൊക്കെ ആ ക്യാമറ ഇമേജസിൽ പറയുന്നത്. And also by trying the actions and options there. For example, braking hard on a wet road, you can learn the effects. അതുപോലെ നമ്മളറിയില്ല, മഴക്കാലത്തൊക്കെ നമ്മൾ വളരെ സ്പീഡ് പോയി കഴിഞ്ഞാൽ സ്ലിപ്പറി വരാമല്ലോ. അതുപോലെ നല്ല പെട്ടെന്ന് സഡൻ ബ്രേക്കിൽ ഒരു വെറ്റ് റോഡ് ചവിട്ടാൻ നമുക്ക് അറിയാം, നന്നായിട്ട് അറിയാം. വീണ് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എന്താണ് ചെയ്യാം, അത് റിസൾട്ട് ഉണ്ടായ ശേഷമാണ് നിന്നത് അതിന്റെ റിസൾട്ട്. ഓ ഇനി മുതൽ ഞാൻ വെറ്റ് റോഡിൽ ബ്രേക്ക് ഹാർഡായിട്ട് ചവിട്ടില്ല, മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ പറയുന്നത്. Then when it is not tip from passengers who have been thoroughly shaken up during the trip, it can learn useful component of itself. അതുപോലെ when it is not tip from passengers who have been thoroughly shaken up during, അപ്പോൾ ട്രിപ്പ് സമയത്ത് നമ്മൾ പാസഞ്ചേഴ്സിന് ഒരു ടിപ്പും വാങ്ങുന്നില്ല. അതായത് ഗൈഡ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ ഗൈഡ് ഉണ്ടാവുമല്ലോ. ഗൈഡ് പറയും ഇന്ന വഴിയാണ്, ഇതിലെടുക്കുക, എന്നിട്ട് പാസഞ്ചേഴ്സോട് ബൈ താങ്ക് യു എന്ന് പറയും. അപ്പൊ നമ്മളെ സന്തോഷത്തിന് ഒരു കാശ് കൊടുക്കും. പക്ഷെ കാശ് വേണ്ട എന്താർത്ഥം, ഓ ഇയാള് നന്നായി പറഞ്ഞു തന്നു, അടുത്ത പ്രാവശ്യം പിന്നെ ആ ഗൈഡിനെ വിളിക്കുവോ? മനസ്സിലായില്ല. അപ്പൊ നമ്മള് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോംസ് വേണ്ട. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്, മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് തന്നെ രണ്ട് മെയിൻ കാറ്റഗറി. നമ്മളിപ്പോ കമ്പ്യൂട്ടറിനകത്ത് രണ്ട് പാർട്സ് ഉണ്ടല്ലോ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അതുപോലെ മെഷീൻ ലേണിംഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് പഠിക്കാനുള്ളത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല, എന്നാൽ പോലും പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് അതില് സൂപ്പർവൈസ്ഡ് ലേണിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. റിഗ്രഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ. റിഗ്രഷൻ ഒരു മാത്തമാറ്റിക്കലി മാത്സിൽ റിലേറ്റഡ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ ക്ലസ്റ്ററിങ്ങും ഡയമെൻഷനാലിറ്റി റിഡക്ഷനും. ക്ലസ്റ്ററിങ് തിയറി മാത്രമേ ഉള്ളൂ, പ്രോബ്ലംസ് ഇല്ല. സൂപ്പർവൈസ്ഡ് ലേണിംഗിലാണ് തിയറി വരുന്നത്. ഓക്കെ, 8 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് പറഞ്ഞാൽ എന്താണ്? ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ദ മെഷീൻ എക്സ്പീരിയൻസ് ദ എക്സാമ്പിൾസ് വിത്ത്. അപ്പൊ നമ്മൾ ജനറലായിട്ട് ഞാൻ പറയാം, അപ്പൊ ഈ സ്ലൈഡ് മൊത്തം വായിക്കുന്ന സമയം എടുക്കും. അപ്പൊ സൂപ്പർവൈസ്ഡ് ലേണിംഗ് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മെഷീനോട് പറയണം ഇതാ ആ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഇമേജ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി, അപ്പൊ ഒരു ഇപ്പത്തെ അയാളുടെ ഇമേജ് കാണിച്ച് പറയണം, ഇത് രാകേഷ് ആണ്, അല്ലെങ്കിൽ ഇത് മനോജ്, ആ മനോജിന്റെ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ആ മനോജിന്റെ ഇത് ഒരു ഫോട്ടോ കാണിച്ചത് മനോജാണ്, ഇത് മനോജാണ് മുമ്പിലുള്ളത്, ക്യാമറ മുമ്പിൽ മനോജാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ മനോജാണെന്ന് അറിയണമെങ്കിൽ മനോജിന്റെ ഇമേജസ് ഉണ്ടാവണ്ടേ കമ്പ്യൂട്ടറിൽ. അപ്പൊ അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഒരു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രെയിനർ. ഒരു അതുപോലെ മെഷീനോട് പറയും ഇത് ആപ്പിൾ ആണ്, എന്താണ് ഇത് ആപ്പിൾ ആണ്. അപ്പൊ ആ കളറുള്ള ആ സർക്കിൾ ഷേപ്പിലും അതേപോലത്തെ ആ സാമ്യമുള്ള കളറുള്ള ഏത് സംഭവം ഇനി അടുത്തതായിട്ട് വരുമ്പോൾ എന്താവും, മെഷീൻ പറയും ഇത് ആപ്പിൾ ആണ് പറയും. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ ഒരു സ്ക്വയർ ടൈപ്പില് എന്താ പറയാ, മറ്റേ അതേ കളറായിരിക്കും, പക്ഷെ ആപ്പിളിന്റെ അതേ കളറായിരിക്കും, പക്ഷെ ആപ്പിൾ അല്ല എന്ന് മെഷീൻ പറയും. ഞാൻ എന്താ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്, റൗണ്ട് ഷേപ്പാണ്, ആ കളറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണോ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അത്
മെഷീൻ പറയാൻ പറ്റുള്ളൂ. പക്ഷെ കറക്റ്റ് എന്താ പറയാ ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ട്രെയിനിങ് മസ്റ്റ് ആണ്. ട്രെയിനിങ്, മോർ ട്രെയിനിങ് ഈസ് റിക്വയർഡ്. ഒരാളിനെ എക്സ്പെർട്ട് ആണ്. ഇപ്പൊ നമ്മള് ഒരു ഡ്രൈവർ എക്സ്പെർട്ട് ആണ്, നിങ്ങൾ അറിയില്ല, നമ്മൾ KSRTC ഓടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും, വളരെ ഇടുങ്ങിയ റോഡ് തന്നെ നിങ്ങൾ ചില ജപ്പാൻകാരുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വരി റോഡേ ഉള്ളൂ, അതായത് ഒരു വണ്ടി പോകാൻ മാത്രം സ്ഥലം. പക്ഷെ ഓപ്പോസിറ്റ് വണ്ടി വന്നു, ഇയാൾ എന്നിട്ട് അത് സൈഡ് എങ്ങനെ കൊടുത്ത്. അപ്പൊ ആ ഒരു ഡ്രൈവർ എങ്ങനെ എക്സ്പെർട്ടായി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചിങ്ങനെ ചാടില്ല, അല്ലെങ്കിൽ ഒരു വീരുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയാ വണ്ടി വീഴില്ല എന്നൊക്കെ ഓൾറെഡി അയാൾക്ക് പഠിച്ചുകൊണ്ടാണ്, ട്രെയിൻ ചെയ്താണ്, എക്സ്പേർട്ട് ആയതാണ്. ഒരു എക്സ്പേർട്ട് ആണ് എന്ത് ചെയ്യണം, 1 വർഷം കൊണ്ടാവുമോ, 2 വർഷം കൊണ്ടാവുമോ, 3 വർഷം കൊണ്ടാവുമോ? ഇല്ല. നിങ്ങൾ അതിനിപ്പോ ഒരു ബിടെക് കഴിഞ്ഞ് സോഫ്റ്റ്വെയർ ജോലിക്ക് പോകണമെങ്കിൽ, സോഫ്റ്റ്വെയർ ജോലി കിട്ടുകയാണെങ്കിൽ 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇങ്ങനെ അവിടുത്തെ സ്ഥിതിയും സിറ്റുവേഷനും ഒബ്സർവേഷൻ ചെയ്ത് അങ്ങനെ അവിടുത്തെ ബോസ് ചിലപ്പോൾ നിങ്ങളെക്കാൾ 10 വർഷം എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അയാള് ഏത് സിറ്റുവേഷൻ എന്ത് പ്രോബ്ലം വന്നാലും ഒരു എന്താ പറയാ അയാൾ മുഖത്തൊരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്കറിയാം, ഓ ആള് സൂപ്പർ ആണല്ലോ. അപ്പൊ എന്താണ് അതൊക്കെ എന്താണ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതേപോലെ നമ്മൾ മെഷീന് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമുക്ക് ഇത്രേ ഉള്ളൂ. സൂപ്പർവൈസ് ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഒരു സൂപ്പർവൈസ് ഉണ്ടാവും, അതിലൂടെ മെഷീനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് 2 തരം ക്ലാസ് സൂപ്പർവൈസ് ലേണിംഗ്, ക്ലാസിഫിക്കേഷന്റെ റിവിഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. അപ്പൊ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. ഇപ്പൊ ഓപ്പറേറ്റേഴ്സ്, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വയ്ക്കാം. എന്തൊക്കെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലർ ഡിവിഷൻ, അങ്ങനെ എക്സെട്ര 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 അല്ലെ. അതേപോലെയാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടാവും. ഒരു കംപ്ലീറ്റ് ഡാറ്റ സെറ്റിനെ നമ്മൾ ഡിവൈഡ് വേറെ കാറ്റഗറി ആയിട്ട് മാറ്റും. മനസ്സിലായോ? ഒരു അൽഗോരിതം, എന്നിട്ട് ഈ അൽഗോരിതം ഉപയോഗിച്ചിട്ട്, അതായത് ഒരു കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് നമ്മുടെ ഒരു മെഷീനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമ്മൾ പറയില്ലേ, ഇപ്പോൾ നിങ്ങൾ കമ്പൈൽ ലാബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കമ്പൈൽ ലാബ് നമുക്കറിയാം സി ലാംഗ്വേജ് സ്കാൻ ചെയ്യണം. സി ലാംഗ്വേജ് കമ്പൈലർ സ്കാൻ ചെയ്യണം ഫ്രം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് ടോക്കൺസ്, ഏതൊക്കെയാണ് ഫങ്ഷന്, ഏതൊക്കെയാണ് ഇതിൽ കീവേഡ് ഉള്ളത്, ഇതിൽ ഏതാണ് ബ്ലോക്ക് ഉള്ളത്, ഏതാണ് മെയിൻ പ്രോഗ്രാമിന്റെ എൻഡ് ഉള്ളത്, ഇതെല്ലാം എന്താണ് ആ ഒരൊറ്റ പ്രോഗ്രാമിനാണ് ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ്. നമ്മൾ കമ്പയർ ഡിസ്റ്റൻസ് സബ്ജക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, POC പഠിച്ചില്ലേ, റെഗുലർ എക്സ്പ്രഷൻ, അതിനുശേഷം CFG കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, അതിനുശേഷം സ്കാനർ സ്കാൻ ചെയ്തു, ടോക്കൺസ് ജനറേറ്റ് ചെയ്തു, ടോക്കൺസിനെ ട്രീ ആയിട്ട് ജനറേറ്റ് ചെയ്തു, ആ ട്രീയുടെ പേരാണ് ഫാസ്റ്റ് ട്രീ. ഫാസ്റ്റ് ട്രീനെ പിന്നെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തു, സെമാറ്റിക് അനലൈസർ വഴി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, കോഡ് ജനറേറ്റ് ചെയ്തു. അപ്പൊ ഇന്റർമീഡിയറ്റ് കോഡ് കിട്ടി നമുക്ക്. നമ്മുടെ ലക്ഷ്യം ഫൈനൽ കോഡ് ആവാണ്ട്. ഇന്റർമീഡിയറ്റ് കോഡ് കഴിഞ്ഞാൽ മെഷീന് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല, ആ രീതി എത്തി. പിന്നെ അവിടുന്ന് കോഡിനെ വളരെ ചെറുതാക്കി കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി കോഡിനെ ചെറുതാക്കി, എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഫൈനലി അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡായിട്ട് മാറ്റും. അപ്പൊ അതേപോലെയാണ് നമ്മൾ ഒരു അൽഗോരിതം എന്ത് ചെയ്യാം, ആ ഡാറ്റയെ അക്യുറേറ്റ്ലി ടെസ്റ്റ് ചെയ്തിട്ട് ഇൻടു സ്പെസിഫിക് കാറ്റഗറി. അപ്പൊ ഇതാണ് പറയുന്നത്, ഒരു സ്പെസിഫിക് ആൻറ്റിറ്റി വിത്തിൻ ദി ഡാറ്റ സെറ്റ് ആൻഡ് അറ്റംപ്റ്റ്സ് ടു ഡ്രോ സം കൺക്ലൂഷൻ ഓൺ ഹൗ ദോസ് എൻറ്റിറ്റീസ് ഷുഡ് ബി ലൈക്ക്. അതായത് നമ്മളിപ്പോ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കാം. ഇതില് ഇൻപുട്ട് ഉണ്ടാവും, ഒരു പേരുണ്ടാവും, ഇൻപുട്ട് കോമ ഔട്ട്പുട്ട്. അതായത് സ്ക്വയർ വരികയാണെങ്കിൽ സ്ക്വയറിന്റെ ഒരു സിമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഡയഗ്രാം മെഷീൻ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ മെഷീനോട് പറയണം സ്ക്വയർ എന്ന് പറയണം. അങ്ങനെ ഈ ഷേപ്പിലുള്ള ഏത് ഡാറ്റ സെറ്റ്, ഏത് ഡാറ്റ ഇൻപുട്ട് വരട്ടെ, മെഷീനോട് പറയണം ഈ സ്ക്വയർ ആണ് പറയേണ്ടത്. ഇനി അതുപോലെ ഈ സിമ്പിൾ, ഇത് ലേബിൾസ് ആണ്. ഓക്കെ, ഈ ഡയഗ്രാം വന്നു, ഇത് ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്താണ്, ഈ ഓ ഷേപ്പ് എന്താണ്, സർക്കിൾ അല്ലെ, സർക്കിൾ. സോ ഇങ്ങനെ ഓ സിമ്പിൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ വരുമ്പോൾ ഇത് ഇൻപുട്ട്, ഇങ്ങനത്തെ ഒരു ഇൻപുട്ട് വരികയാണെങ്കിൽ മെഷീനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാണ് ഇത് സർക്കിൾ എന്ന് മെഷീൻ പറയണം. അപ്പൊ അതാണ് ലേബൽ, ആണ് ലേബൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചു, അറിയാം ഇതെന്താണ്, ഡയമണ്ട് അല്ലേ.
നമ്മളെ മറ്റേ ഫ്ലോ ചാർട്ടിൽ സിമ്പിൾസ് ഒക്കെ നൊട്ടേഷൻ പഠിച്ചില്ലേ? ഇൻപുട്ട് എങ്ങനെയാണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും പാരലോഗ്രാം ആണ് അല്ലെ? പാരലോഗ്രാം. പിന്നെ അതുപോലെ ഡയമണ്ടിന്റെ എന്താണ് ഡിസിഷൻ ബോക്സ് എന്ന് പറയും. അതുപോലെ നമ്മുടെ എന്താ പറയാ റെക്ടാങ്കിളിൽ എന്ത് പറയും? മറ്റേ സ്റ്റേറ്റ്മെന്റിനെ പ്രോസസ് ചെയ്യാം. അപ്പൊ അതാണ് നമ്മുടെ ഇവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിന് നിറയെ ഉണ്ട്. അത് നമുക്ക് വലിയ പഠിക്കാനൊന്നുമില്ല. പക്ഷെ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഈ ഡിസിഷൻ ട്രീ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കി കെ നിയറസ്റ്റ് നെയ്ബർ, റാൻഡം ഫോറസ്റ്റ്, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ലീനിയർ ക്ലാസിഫയർ, ഇതൊക്കെ ജസ്റ്റ് തിയറിയാണ്. ഇതാണ് പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിന് മെയിൻ ആയിട്ട്, അതായത് ഈ അൽഗോരിതം ഒരു അൽഗോരിതം വന്നിട്ട് ഒരു ഡേറ്റ സെറ്റിനെ പല പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് ഒരു അൽഗോരിതം. ഞാൻ പറയുന്നു ഞാനൊരു വേറെ അൽഗോരിതം, നിങ്ങളും വേറെ അൽഗോരിതം. എല്ലാവരും പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു പിക്ചർ കണ്ടിട്ട് ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ അനലൈസ് എന്ന് പറയും. അപ്പോൾ ആ പിക്ചർ അനുസരിച്ച് അതിന്റെ തീം ഞാൻ പറയും. നിങ്ങൾ പറയും സാർ ആ ഇമേജിൽ അവൻ അവിടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഇമേജ് പിക്ചർ റെപ്രസെന്റ്സ് എന്താണ് 1000 വേർഡ്സ് ആണ് പറയുന്നത്. അപ്പോ ഒരാളുടെ നിന്ന് ഫുൾ വേർഡ്സ് കിട്ടുമോ? ഇല്ല. ഞാൻ എന്താണോ വിചാരിക്കുന്നത് ഒരു ഇമേജ്, അതേ ഇമേജ് നിങ്ങൾ കാണും. പക്ഷെ ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല. അപ്പൊ നമ്മൾ 54 പേരും 45 പേരും എന്താണ് വ്യത്യസ്ത അൽഗോരിതം. പക്ഷെ എന്താണ് ഒരു ഇൻപുട്ടാണ്. അതാണ് നമ്മൾ സി പ്രോഗ്രാമിൽ നമ്മൾ ഒരു പ്രോബ്ലം ഞാൻ തന്നു, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഞാൻ തന്നു. ഓക്കെ, റൈറ്റ് എ പ്രോഗ്രാം ടു, അങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 44 പേരും ചിലപ്പോൾ കോപ്പി അടിക്കാം. ഈ 44 പേരും വേറെ വിധത്തിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സെയിം എന്താണ് പറയാ പ്രോബ്ലം ആണ് അല്ലെ? ഒരേ പ്രോബ്ലം ആണ്, നിങ്ങൾ പല പ്രോഗ്രാംസ് ഉണ്ടായി. പക്ഷെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കില്ലേ? ഒരു അഡീഷണൽ 2 നമ്പേഴ്സ് കഴിഞ്ഞാൽ എങ്ങനെ 2+3 കൊടുത്താലും 10+5 കൊടുത്താലും നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് അല്ലേ കിട്ടുന്നത്. സോ അതാണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തിയറി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുകയാണ്, കാരണം നമുക്ക് സമയമില്ല. ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, ക്രെഡിറ്റ് സ്കോറിംഗ്. ഇപ്പൊ നിങ്ങളുടെ കേസിന് പറയാം. ഇപ്പൊ നിങ്ങൾ S1 എക്സാം എഴുതി, S2 സോറി K2 എക്സാം എഴുതി, S1 എഴുതി, S2 എഴുതി, S3 എഴുതി, S4 എഴുതി, അങ്ങനെ S6ന്റെ റിസൾട്ട് വന്നു. എന്താവട്ടെ. അപ്പൊ S7 ഇപ്പൊ നിങ്ങൾ എഴുതാമോ? അപ്പൊ നിങ്ങള് ഒരു ക്രെഡിറ്റ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 9 കിട്ടുകയാണ് വയ്ക്കുക. അപ്പൊ അത് ഏത് കാറ്റഗറിയാണ്? യെസ്, 9ഉം 9ന്റെ 9 കിട്ടുകയാണെങ്കിൽ A ആണ്, A ഗ്രേഡ്. 9.1 മുതൽ 10 ഫുള്ള് കിട്ടിയവർക്കും അവരൊക്കെ എസ് ഗ്രേഡ്. അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോ റിസ്ക് ആൻഡ് ഹൈ റിസ്ക് കസ്റ്റമേഴ്സ് ഫ്രം ദെയർ ഇൻകം ആൻഡ് സേവിങ്സ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഹൈ റിസ്ക്കും ലോ റിസ്ക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് അവരുടെ സാലറി അനുസരിച്ച് അവരുടെ സേവിങ്സും അവരുടെ എന്താ പറയുക ഇൻകം. ഇപ്പോ നമുക്കറിയാം നാട്ടില് കുറെ സാധനങ്ങളുണ്ട്, സാധനത്തിന് വിലയുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും 5000 ശമ്പളം കൂടുന്നില്ല, പക്ഷെ സാധനങ്ങൾ വില കൂടുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താണ് ഹൈ റിസ്ക് ആണ്. പക്ഷെ ലോ റിസ്ക് എന്താണ്? ഇപ്പൊ ഒരു കോടി വരെയുണ്ട്, അതിലൊരു മാർക്കറ്റിംഗ് ആണ്. ഡെയിലി എന്താ പറയാ മന്ത്ലി എന്താ പറയാ, നിങ്ങളെ പോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മന്ത്ലി 6 മാസം കൂടുമ്പോൾ ശമ്പളം കൂടുന്നു. സാധനങ്ങളുടെ വില എപ്പോഴെങ്കിലും കൂടുന്നുള്ളൂ. ഇപ്പൊ സ്വർണത്തിന് വിലയാണെങ്കിൽ അത് വിടും. ബാക്കി സാധാരണ ഇപ്പൊ ഒരു ചോക്ലേറ്റ് ഇടുകയാണെങ്കിൽ 1 രൂപ കിട്ടും. വീണ്ടും അടുത്ത വർഷം നോക്കിയാലും 1 രൂപ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു ഫിക്സ്ഡ് ഗിയർ. പക്ഷെ നമ്മൾ സാലറി എന്താണ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഹൈ റിസ്ക് ഉണ്ടോ? ഇല്ല. സോ അതാണ് ഇവിടെ ക്രെഡിറ്റ് സ്കോറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ക്രെഡിറ്റ് സ്കോറിംഗ് ഇവിടെ നോക്കൂ, ഹൈ റിസ്ക് കണ്ട. ഇപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഈ ഇൻകം ഗ്രേറ്റർ ദാൻ θ1 കണ്ട. ഇത് θ1 ഏതാണ്? ഇത് θ1. അതായത് നമ്മൾ ഇൻകം ഈ θ1നെക്കാളും അതായത് നമ്മൾ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ട് കടയിൽ ഓരോ ടൈമിങ്ങനെ ഇൻകം കൂടുകയാണെങ്കിൽ ഇത് ഏത് കാറ്റഗറിയാണ്? ലോ റിസ്ക്. പക്ഷേ സേവിങ്സ് ആൻഡ് ഓൾസോ ഇവിടെ പറയുന്നത് സേവിങ്സ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എന്റെ കേസാണ് പറയുന്നത്. ഇപ്പൊ എനിക്കൊരു 10-20 രൂപ ശമ്പളമുണ്ട്. പക്ഷെ
എനിക്കാണെങ്കിൽ വീട്ടിൽ നിറയെ എക്സ്പെൻസ് ഉണ്ട്. ആ 20 രൂപയിൽ 5 രൂപയെ ആകെ എനിക്ക് സേവിങ്സ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അടുത്ത മാസം തേക്കും 5, പിന്നെയും 5, അല്ലേ? അപ്പൊ എനിക്ക് 60,000 രൂപ ശമ്പളം കിട്ടി, 3 മാസത്തിനുള്ളിൽ 60,000 രൂപ ശമ്പളം കിട്ടി. പക്ഷെ ആകെ എനിക്ക് 15 രൂപ സേവിങ്സ് ഉള്ളൂ. അപ്പൊ എന്താണ് സേവിങ്സ് ആ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടുകയാണെങ്കിൽ, സേവിങ്സും കൂടുതലും സാലറിയും ഇൻകമും ആ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ പെടുക കൂടുതലാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ലോ റിസ്ക് ആണ്. എനിക്ക് അത്ര ആവശ്യമില്ല, എനിക്ക് കാശിന് വേണ്ടി ബുദ്ധിമുട്ടില്ല, എനിക്ക് സേവിങ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് സാലറിയും കുറവാണ്, സേവിങ്സും കുറവാണെങ്കിൽ നാളെ ഒരു സിറ്റുവേഷൻ വന്നു, ഓപ്പറേഷൻ വന്നു, എന്ത് ചെയ്യും? എവിടെ കാട്ടിട്ടു? സോ അതാണ് നമ്മളിവിടെ ഇത് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ പറയുന്നത്. ഇതാണ് ഡിസ്ക്രിമിനന്റ്. അപ്പൊ ദെൻ ലോ റിസ്ക് ആണ്, എൽസ് ക്ലാസ് റിസ്ക് ആണ്. ഇപ്പൊ ഇൻകം ആ തീറ്റ1 ആ പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ വാല്യൂക്കാളും കൂടുതൽ, എനിക്ക് നിറയെ സാലറി കൂടുതൽ, സേവിങ്സും കൂടുതൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ വീട്ടില് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടോ? വീട്ടില് നിറയെ വീട്ടിൽ 2-3 കുട്ടികളുണ്ട്, അവര് കുടുംബം മെമ്പേഴ്സ് ഉണ്ട്, ഇവരൊക്കെ എനിക്ക് എന്താ പറയാ നോക്കണ്ട, കാശ് ഇഷ്ടംപോലുണ്ട്, ശമ്പളവും ഉണ്ട്, അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഇനി നമുക്ക് റിഗ്രഷൻ. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോബ്ലം ഞാൻ തന്നിട്ട്, ഈ പ്രോബ്ലം നിങ്ങൾ 44 പേരും വ്യത്യസ്ത പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആ 44 പേര് എന്താണ്? വ്യത്യസ്ത അൽഗോരിതമാണ്. ആ ഒരു പ്രോബ്ലത്തിന് ഒരു അൽഗോരിതം, ഒരു ഡാറ്റ സെറ്റിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതാണ് ക്ലാസിഫിക്കേഷൻ. റിഗ്രഷൻ ഞാൻ പറഞ്ഞത് മാത്തമാറ്റിക്സ് ആണ്. അതെന്താണ് മാത്തമാറ്റിക്സിന്? ഒരു ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, പോളിനോമിയൽ പറയാം, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതിനർത്ഥം എന്താ? വൈയുടെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എക്സിന്റെ വാല്യൂ ഡിപ്പെൻഡ് അല്ല. എക്സിന്റെ വാല്യൂ എന്താണോ എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ വൈക്ക് അതിനനുസരിച്ച് വാല്യൂ കൊടുക്കും. എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ വൈക്ക്. അപ്പൊ ഒരു ഉദാഹരണം പറയാം, y ഈക്വൽ ടു 2x. അപ്പൊ ഞാൻ എക്സിന് 1 കൊടുത്ത y എന്താവും? 2 ആവും. എക്സ് 2 ആവുമ്പോൾ എന്താവും? y 4 ആവും. എക്സിന് 3 കൊടുക്കുമ്പോൾ y 6 ആവും. അപ്പൊ അതിനർത്ഥം എന്താ? എനിക്ക് വൈയുടെ വാല്യൂ, y പറയണ എനിക്ക് എക്സിന്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചേക്ക് എനിക്ക് വാല്യൂ. സോ ദർ ഇസ് എ ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മാത്സിൽ, എന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് റിലേഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, y ഈക്വൽ ടു 4x. ഇതൊരു റിഗ്രഷൻ ആണ്. എന്താണ്? y ഈക്വൽ ടു 4x എന്താണ്? y ഈക്വൽ ടു 4x. സോ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു മേക്ക് ദി പ്രൊജക്ഷൻ സജസ്റ്റ് ഫോർ. ശരിക്കും സാധാരണ നമ്മളിപ്പോ ഇത് പറയില്ല, നമ്മള് എന്താ പറയാ, നിങ്ങൾ റിസൾട്ട് ഒക്കെ അനലൈസ് ചെയ്യാൻ KTU ഞങ്ങളിപ്പോ ഡിപ്പാർട്ട്മെന്റ് പറയും, ഇത്രയും ഒരു സ്റ്റുഡന്റിനെ കുറിച്ച് അനലൈസ് ചെയ്യണം. ഈ കുട്ടി S1 S2 നന്നായി പഠിച്ചു, അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കറിയാം S1 S2 ഒരു ഈ കുട്ടി 80 എബോവ് ആണെങ്കിൽ ഇയാൾ S3 ആ ടീച്ചേഴ്സിനോട് പറയും, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ടീച്ചേഴ്സിനോട് പറയും, ഈ കുട്ടിയെ ശ്രദ്ധിക്കുക, പഠിപ്പിസ്റ്റാണ്, അല്ലേ? എനിക്കറിയാം, എന്നോടൊന്നും വന്നിട്ട് കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ആരും അറിയില്ല, ഇപ്പൊ ആരെ പഠിപ്പിച്ചിട്ട് അല്ലെ ആരെ പഠിക്കാത്തത്. പക്ഷെ S1 ഒരു 5 തീയതി 5 സബ്ജക്ട് സപ്ലിമെന്റ് ചെയ്യണം, S2 2 സബ്ജക്ട് സപ്ലിമെന്റ് ചെയ്യണം. പിന്നെ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് പറയാം S3 സപ്ലി കിട്ടും.
അപ്പൊ അതാണ് റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. S3 റിസൾട്ട് S3 ഇവൻ പാസ് ആവോ ഇല്ലയോ, ഇവനെ ഫുൾ ക്ലിയർ ആവോ എന്ന് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ട് എന്താ പറയാ 3 റിഗ്രഷൻ ഉണ്ട്. ലീനിയർ റിഗ്രഷൻ ഉണ്ട്, ലോജിസ്റ്റിക്കൽ റിഗ്രഷൻ ഉണ്ട്, പോളിനോമിയൽ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട്. ബാക്കി ലോജിസ്റ്റിക്കലും പോളിനോമിയലും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ അതെന്താണെന്ന് നമുക്ക് അടുത്ത ഇതിൽ പറയാം, അടുത്ത സെഷനിൽ പറയാം. റിഗ്രഷൻ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് പറയാം. പ്രൈസ് ഓഫ് യൂസ്ഡ് കാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, ഒരു സ്കൂട്ടർ ഉണ്ട് അല്ലെങ്കിൽ ബൈക്ക് ഉണ്ട്. അപ്പൊ വാങ്ങുന്ന ആ സമയത്ത് ഒരു വില ഉണ്ടാവുള്ളൂ, ഓൺ റോഡ് ടാക്സ് ഉണ്ടാവുമല്ലോ, റോഡ് പ്രൈസ്. അത് നിങ്ങളിപ്പോ 2 വർഷം കഴിഞ്ഞ ശേഷം ആ വണ്ടി കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ അതേ കാശ് കിട്ടുമോ? ഇല്ല. അതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. എക്സ് എന്താണ്, എന്താ ഈ എക്സ് എന്ന് പറയുന്നത് കാറിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, വൈ എന്നത് പ്രൈസ് ആണ്. സോ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സ്ലാഷ് ബി പറഞ്ഞാൽ ജി ഒരു മോഡലാണ്. ഇതൊക്കെ ഇതൊരു മോഡലാണ്. ഫിഗർ വെച്ച് എക്സ് മൈലേജ് കാണാം. ഈ മൈലേജ് നമ്മളിപ്പോ പ്രൈസ് ഓഫ് യൂസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അറിയാം അല്ലെ. ഇപ്പൊ ഞാനൊരു വണ്ടി വാങ്ങി, ആ സമയത്ത് എനിക്ക് 60 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഞാൻ 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും 60 കിലോമീറ്റർ കിട്ടുമോ? ഒരിക്കലും കിട്ടാൻ ചാൻസ് പറയാം. അതാണ് പറയുന്നത്, മൈലേജ് കൂടുന്തോറും വേണ്ട ഇവിടെ പറയുന്നത് മൈലേജ് കൂടുന്തോറും പ്രൈസ് ഇവിടെ നോക്കൂ എന്തായിരിക്കും പറയുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് കാണാം, പ്രൈസ് കുറയുന്ന പറയുന്നത് അല്ല ഇല്ലയോ. ഇവിടെ നോക്കാം എന്താണ് y equal to g of x. ജി എന്നൊരു മോഡലാണ്. അതില് എക്സ് സ്ലാഷ് ബി പാരാമീറ്റേഴ്സ്, കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. കാറിന്റെ ആട്രിബ്യൂട്ട്സ് ഇവിടെ പറയുന്നത് എക്സ് മൈലേജ്, അതാണ് പറയുന്നത് മൈലേജ്. അത് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അതിന്റെ മെഷീന്റെ എഞ്ചിന്റെ അല്ലെ. നമ്മൾ പറയും 110cc 125cc സ്ലാഷ്, അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഈ പാരാമീറ്റേഴ്സ് കൂടുന്തോറും എന്ത് ചെയ്യും, ഇവിടെ നോക്കൂ പ്രൈസ് ഡിക്രീസ് ആവുന്നില്ല. അപ്പൊ നമ്മള് പ്രൈസ് ഓഫ് യൂസ് കാറാണ്, മനസ്സിലായോ. മൈലേജ് നമ്മളിപ്പോ പറയാം, നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 1000 20,000 കിലോമീറ്റർ ഓടിച്ച് നമ്മൾ വണ്ടി വിൽക്കാൻ പോകുന്നില്ല. ആരെങ്കിലും ആ ഒരു വിലക്ക് നിങ്ങൾ 50,000 ആ സാർ 1,00,000 രൂപ ഞാൻ തരികയാണ്, 1,00,000 രൂപയ്ക്കാണ് 1,00,000 രൂപ തന്നു ഞാൻ വണ്ടി എടുക്കാം, വണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും വാങ്ങില്ല. കാരണം 5 വർഷമായി 20,000 കിലോമീറ്റർ ഓടി. അപ്പോ അതാണ് നമ്മുടെ ഈ റിഗ്രഷന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മള് ബാക്കി നോക്കട്ടെ. റിഗ്രഷൻ അപ്ലിക്കേഷൻ ഉണ്ട്. റിഗ്രഷൻ അപ്ലിക്കേഷൻ പറയാം. റിഗ്രഷൻ അപ്ലിക്കേഷൻ നാവിഗേറ്റിംഗ് എ കാർ. റിഗ്രഷൻ അപ്ലിക്കേഷൻ ഒക്കെ നോക്കാം. ആംഗിൾ ഓഫ് ദി സ്റ്റിയറിംഗ് വീൽ. ഒരു കാറ് നാവിഗേറ്റ്, നമ്മൾ കാർ ഓടിക്കണേ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് വീലിന്റെ ആ ഒരു ആംഗിളിൽ നമ്മൾ ഇങ്ങനെ തിരിക്കണം. കൈനമാറ്റിക്സ് ഓഫ് എ റോബോട്ട് ആം. ഇപ്പൊ ഒരു കാറ് നമ്മൾ ഓടിക്കണേ നമ്മളറിയാം, ഒരു ഏജന്റ് കേസിൽ സ്റ്റിയറിംഗ് വീൽ എത്രത്തോളം തിരിക്കണം. പിന്നെ റോബോട്ടിന്റെ കേസിലാണ് റോബോട്ടിന്റെ ആം അനുസരിച്ചേക്ക് നമ്മൾ അതിന്റെ മൂവ്മെന്റ് അല്ലെ. സ്റ്റീറിംഗ് തിരിക്കണമെങ്കിൽ സ്റ്റീറിംഗിന്റെ തിരിക്കാൻ ആര് വേണം, അതിന്റെ നമ്മൾ ഹാൻഡ് വേണം. ഇനി റെസ്പോൺസ് സർഫസ് ഡിസൈൻ. പിന്നെ അത് മാത്രമല്ല, കാർ മൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ സർഫസ് എങ്ങനെയായിരിക്കും, റോഡിന്റെ സർഫസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിസൈനും റെസ്പോൺസ് ആണ്. നമ്മളിപ്പോ നല്ല തിരിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, ഇതൊക്കെ ഒരു എക്സാം ആണ്. നാവിഗേറ്റിംഗ് കാറ്, കൈനമാറ്റിക്സ് ഓഫ് റോബോട്ട് റോം, റെസ്പോൺസ്, ഇതൊക്കെ 3 എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ബാക്കി അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. ഏതാണ് അൺസൂപ്പർവൈസ് ലേണിംഗ്. സൂപ്പർവൈസ് ലേണിംഗ് എന്താ മനസ്സിലായല്ലോ. സൂപ്പർവൈസ് ലേണിംഗ് 2 തരം ഉണ്ട്. ഒന്ന് ക്ലാസിഫിക്കേഷനും റിഗ്രഷനും. റിഗ്രഷൻ മാത്തമാറ്റിക്കലാണ്, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന വേണ്ടിയാണ് റിഗ്രഷൻ ഉപയോഗിക്കുന്നത്. ലീനിയർ ക്ലാസിഫിക്കേഷൻ നിറയെ അൽഗോരിതം ഉണ്ടാവും. ഒരു എൻ്റയർ ഡാറ്റ സെറ്റിനെ ഏതൊക്കെ കാറ്റഗറിയിൽ തരംതിരിക്കാം, അത് ബേസ്ഡ് ഓൺ ദി അപ്പൊ അങ്ങനത്തെ അൽഗോരിതം നമ്മൾ ഡിസൈൻ ചെയ്യാം. പല അൽഗോരിതം ഡിസൈൻ ചെയ്യാനാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു. See you again. Until then, signing off, Gladys sir.